ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് ജപ്പാൻ ഈ ദ്വീപുകളെ ഓക്യുപ്പൈ ചെയ്തത്. 1942-ൽ ഇംപീരിയൽ ജാപ്പനീസ് ആർമി ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പിടിച്ചെടുത്തു. അതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഈ ദ്വീപസമൂഹങ്ങളിൽ നിന്നും പിന്മാറേണ്ടി വന്നു. ജപ്പാൻ അന്ന് ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ദ്വീപിലെ ഇന്ത്യൻ തടവുകാരെയും അവിടുത്തെ പ്രാദേശികവാസികളെയും കഠിനമായി ചൂഷണം ചെയ്യുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ജപ്പാൻ സൈന്യത്തിന്റെ ക്രൂരതയോർക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾ വളരെ സോഫ്റ്റ് ആയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ദ്വീപിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നുണ്ടോ എന്ന് ജാപ്പനീസ് സൈന്യം സംശയിച്ചു. സംശയത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ സെല്ലുലാർ ജയിലിൽ അടയ്ക്കുകയും കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടി കഠിനമായ പീഡനമുറകൾ പ്രയോഗിക്കുകയും ചെയ്തു. 1944-ലെ ഹോം ഫ്രേഗഞ്ച് കൂട്ടക്കൊല ഇതിനൊരു ഉദാഹരണമാണ്. ഈ ദ്വീപ സമൂഹങ്ങളിലെ ഒരു സ്ഥലമാണ് ഹോം ഫ്രേഗഞ്ച്. ചാരന്മാരെന്ന് ആരോപിച്ച് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിലെ അംഗങ്ങൾ ഉൾപ്പെടെ 44ഓളം പേരെ ഒരുമിച്ച് നിർത്തി ജാപ്പനീസ് സൈന്യം വെടിവെച്ചു കൊന്നു. തങ്ങൾക്ക് കിട്ടിയ തന്ത്രപ്രധാനമായ ഈ പ്രദേശത്ത് വിമാനത്താവളം, റോഡുകൾ, സൈനിക ബങ്കറുകൾ മുതലായവ നിർമ്മിക്കാൻ പ്രാദേശികവാസികളെ അടിമപ്പണിക്ക് നിർബന്ധിച്ചു. വിസമ്മതിച്ചവരെ ക്രൂരമായി പീഡിപ്പിച്ചു. സെക്കൻഡ് വേൾഡ് വാർ നീണ്ടുപോയതോടുകൂടി സഖ്യകക്ഷികളുടെ ഉപരോധം നിമിത്തം ദ്വീപുകളിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വരവ് നിലയ്ക്കുകയും ക്ഷാമം അനുഭവപ്പെടുകയും ചെയ്തു. തങ്ങളുടെ സൈനികർക്ക് ഭക്ഷ്യവസ്തുക്കൾ മിച്ചം വയ്ക്കുന്നതിനായി പ്രായമായവർ, രോഗികൾ, പ്രയോജനമില്ലാത്ത മറ്റു തടവുകാർ മുതലായ 300ഓളം ഇന്ത്യക്കാരെ 3 ബോട്ടുകളിലായി കയറ്റിക്കൊണ്ടുപോയി കടലിൽ കൊണ്ടുവന്ന് മുക്കിക്കൊന്നു. ഹൗലോക്ക് ഐലൻഡിന് സമീപമുള്ള വിജനമായ ദ്വീപുകളിലേക്ക് രാത്രിയുടെ ഇരുണ്ട മറപറ്റി മെച്ചപ്പെട്ട ജോലിയും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് 3 ബോട്ടുകളിലായി കയറ്റിക്കൊണ്ടുപോവുകയും ദ്വീപുകൾക്കടുത്തെത്തിയപ്പോൾ ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയോ ഉന്തിയിടുകയോ ചെയ്യുകയും ചെയ്തു. രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വെടിവെച്ചും അയണയ്ക്ക് വെച്ച് കുത്തിയും കൊലപ്പെടുത്തി. ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ട് ദ്വീപുകളിൽ എത്തിപ്പെട്ടവർ പട്ടിണി കിടന്ന് മരിച്ചു. അവസാനം ആഴ്ചകൾക്ക് ശേഷം ബ്രിട്ടീഷ് സൈന്യം അന്വേഷിച്ചു ചെന്നപ്പോൾ 11 പേരെ മാത്രം മൃതപ്രായരായി അവിടെ കണ്ടെത്തി. ഈ മുക്കിക്കൊല്ലൽ പല തവണയായി നടന്ന സംഭവങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ്. അതുകൂടാതെ ജാപ്പനീസ് സൈന്യങ്ങൾക്ക് തങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മലയൻ, കൊറിയൻ, ചൈനീസ് സ്ത്രീകളെ ബലമായോ നിർബന്ധിച്ചോ പിടിച്ചുകൊണ്ടുവന്ന് സെറ്റിൽമെന്റുകളിൽ താമസിപ്പിച്ചിരുന്നു. 1943 ഡിസംബറിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ജാപ്പനീസ് അധികൃതർ ഈ വിവരങ്ങളെല്ലാം നേതാജിയിൽ നിന്നും വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചു എന്നൊരാക്ഷേപമുണ്ട്. എന്നാൽ പല കാര്യങ്ങളും നേതാജി അന്ന് അറിഞ്ഞെങ്കിലും അതിനെതിരെ യാതൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് നിർവാഹമില്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നും ഒരാക്ഷേപമുണ്ട്. ജപ്പാൻകാർ നിരവധി തവണ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ബോംബ് വർഷിച്ചിട്ടുണ്ട്. അതിലൊരു ബോംബ് പിറ്റ് ഇപ്പോഴും ചാത്തം ഐലൻഡ്സിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനം അമേരിക്ക ആറ്റം ബോംബ് വർഷിച്ചതോടുകൂടി ജപ്പാൻ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. താങ്ക് യു.